അമ്പലത്തറ മീങ്ങോത്ത് അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് ജനുവരി 29 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പാം മീങ്ങോത്തിന്റെ ആഭിമുഖ്യത്തിൽ സാജൻ മെമ്മോറിയൽ അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് ജനുവരി 29 മുതൽ ഫെബ്രുവരി 2 വരെ തീയതികളിൽ അമ്പലത്തറ മീങ്ങോത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 29-ന് മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ മജീദ് അമ്പലത്തറ അധ്യക്ഷത വഹിക്കും. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ആദ്യകാല വോളിബോൾ താരങ്ങളെ ആദരിക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. നമ്മുടെ ലൈബ്രറിയുടെ ഒരു മെമ്പർ അകാലത്തിൽ നമ്മളെ വിട്ടുപോയ സാജന്റെ സ്മരണയ്ക്കായിട്ട് ഒരു അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റിൽ ജനുവരി 29 മുതൽ ഫെബ്രുവരി 2 വരെ 5 ദിവസങ്ങളിലായി മീങ്ങോത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ ഇന്ത്യൻ വോളിബോളിന്റെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ജോബി ജോസഫ് നിർവഹിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ കളിക്കാർ, പ്രമുഖ ഡിപ്പാർട്ട്മെന്റ് ടീമുകളിലെ കളിക്കാർ 6 ടീമുകൾക്കായി നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്നു. KCB തിരുവനന്തപുരം, കസ്റ്റംസ്, ഇന്ത്യൻ ആർമി, കർണാടക, തമിഴ്നാട് സംസ്ഥാന താരങ്ങൾ, യൂണിവേഴ്സിറ്റി താരങ്ങൾ തുടങ്ങി പ്രധാന ഡിപ്പാർട്ട്മെന്റുകളിലെ കളിക്കാർ ഉൾപ്പെടെ ഇന്ത്യയിലെ തന്നെ മികച്ച താരങ്ങളാണ് പ്രശസ്തമായ 6 ടീമുകൾക്ക് വേണ്ടി കളിക്കളത്തിലിറങ്ങുക. 5 ദിവസം നടക്കുന്ന കായിക മാമാങ്കത്തിന് മാറ്റുകൂട്ടാൻ വോളിബോളിന്റെ നാടായ അമ്പലത്തറ മീങ്ങോത്ത് വൻ ഒരുക്കങ്ങളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. കാണികൾക്കിരിക്കാൻ ഗ്യാലറികൾ, വാഹന പാർക്കിംഗിനും തുടങ്ങി വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൌജന്യ നിരക്കിലാണ് പ്രവേശനം. ഫെബ്രുവരി 2-ന് അമ്പലത്തറ സർക്കിൾ ഇൻസ്പെക്ടർ പി ദാമോദരൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മജീദ് അമ്പലത്തറ, വർക്കിംഗ് ചെയർമാൻ മനോജ് അമ്പലത്തറ, കൺവീനർ MK സുനിൽ, വൈസ് ചെയർമാൻ കുഞ്ഞിരാമൻ അരീക്കര, പബ്ലിസിറ്റി ചെയർമാൻ രാജേന്ദ്രൻ മീങ്ങോത്ത്, മീഡിയ കമ്മിറ്റി ചെയർമാൻ പ്രസാദ് കാനത്തിൽ, കൺവീനർ ബാബു കോട്ടപ്പാറ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.